ഞാനിപ്പോൾ വെറുതെ ഈ ഓൺലൈൻ സെലിബ്രിറ്റീസ് അനലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്ന കുറച്ച് മലയാളം പേജുകൾ നോക്കുമായിരുന്നു. ഇന്നത്തെ ഇപ്പോൾ ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് സിന്ധു കൃഷ്ണ ഹാന കൃഷ്ണയുടെ അമ്മൂമ്മയെ നോക്കുന്നില്ലേ, അതിന് റിയാക്ട് ചെയ്തുകൊണ്ട് തൻവി സുധീർ ഘോഷ്, പിന്നെ അൻസിബയുടെ കാര്യങ്ങൾ, അമ്മ അസോസിയേഷൻ നടക്കുന്ന എന്തൊക്കെയോ അൻസിബ, മാല പാർവതി, കുറേ കാര്യങ്ങൾ, പിന്നെ ഓഫ്കോഴ്സ് ലക്ഷ്മി പ്രിയ, പിന്നെ സജ്ന ഫിറോസ് റസൂൽ പൂക്കുട്ടി കാര്യങ്ങൾ, പിന്നെ തൊപ്പി, മൈവേ കല്യാണി, അങ്ങനെ കുറേ 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 ഇൻ്റർനെറ്റ് പേഴ്സണാലിറ്റീസിൻ്റെ കുറേ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ചാകര പോലെയാണ് കണ്ടന്റ് ഇവർക്കും കിട്ടുന്നത്. പക്ഷേ ഈ ഞാൻ പറഞ്ഞ പേരുകളിൽ ഏതെങ്കിലും എന്ന് വെച്ചാൽ ഈ ആദ്യം ഞാൻ പറഞ്ഞ പേരുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒക്കെ അറിയായിരിക്കും. കാരണം നിങ്ങൾ മലയാളം എന്തെങ്കിലും കണ്ടന്റ് നിങ്ങളുടെ ഫീഡിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചോ ഇല്ല ഇത് നിങ്ങളുടെ ഫീഡിലെത്തും. ഈ അടുത്ത കുറച്ച് നാളായിട്ടാണ് ഞാനിങ്ങനെ ഈ ഓൺലൈൻ സെലിബ്രിറ്റീസിനെ കുറിച്ച് കമൻറ്റ് ചെയ്യുന്ന പേജുകൾ ശ്രദ്ധിക്കുന്നത്. അത് വളരെ 1-2 പേരൊന്നുമല്ല. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റേഴ്സ് ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റേഴ്സിനെ അല്ലെങ്കിൽ ഈ ഓൺലൈൻ പേഴ്സണാലിറ്റീസിനെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചിരുന്ന് കമൻറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയാനുള്ള പേജസിൻ്റെയും വളർച്ച, ഇത് രണ്ടും എക്സ്പൊണൻഷ്യലി ഒരുമിച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് അതിൻ്റെ എൻഗേജ്മെൻറ്റ് അതിനകത്തുള്ള ഈ പറയുന്ന സെലിബ്രിറ്റീസിൻ്റെ കണ്ടന്റുമായിട്ട് എൻഗേജ് ചെയ്യുന്ന പോലെ ഈ കണ്ടന്റുമായിട്ട് എൻഗേജ് ചെയ്യുന്നതിൻ്റെ ഗ്രോത്ത് ഇസ് എക്സ്പ്ലോഡിങ് ആൻഡ് ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ബിസാർ ഹൗ മച്ച് വി ലവ് ടു നോ അബൌട്ട് അതർ പീപ്പിൾസ് ലൈഫ്. I think gossip is not new to all of us. Like it has been always there. എന്ന് മെൻഷനുണ്ടോ അന്നൊക്കെ ഗോസിപ്പ് ഇഷ്ടമായിരുന്നു, അല്ലാതെ ഇന്നലെ ഉണ്ടായതല്ല. പക്ഷെ കേരളത്തിൽ ഈ ഒരു ഇൻ്റർനെറ്റിലുള്ള സെലിബ്രിറ്റീസുമായിട്ട് നമ്മളിങ്ങനെ ഇത്രയും ഇൻവോൾവ് ആയിട്ട് നമ്മളെല്ലാവരും എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമാകുന്നൊരു സംഭവം വരുന്നത് 2 ഫാക്ടേഴ്സ് കൊണ്ടെന്നാണ് എനിക്കിപ്പോൾ ചിന്തിക്കുമ്പോൾ തോന്നുന്നത്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഈ സെലിബ്രിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൻ്റെ പെർസെപ്ഷൻ നമുക്ക് മാറിയിട്ടുണ്ട്. 2 എന്ന് പറയുന്നത് ബിഗ് ബോസ്. അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഡീറ്റെയിലോട്ട് പോവാം. ഇപ്പം ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് വർഷം മുമ്പ് ഒരു 10 വർഷം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞാൽ സിനിമ നടന്മാരും ക്രിക്കറ്റേഴ്സും ഫുട്ബോളേഴ്സും അല്ലെങ്കിൽ നമ്മൾ ഈ മാസ് മീഡിയയിൽ കാണുന്ന നമ്മുടെ ടി വിയിൽ കാണുന്ന ആളുകളായിരുന്നു. ഇവരെക്കുറിച്ച് നമുക്ക് അറിയുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അറിയാം ഇങ്ങനെ കേട്ടിരുന്നു, മറ്റേ പുള്ളിക്ക് ഇങ്ങനെ അഫയർ ഒന്ന് കേട്ടിരുന്നു, അല്ലെങ്കിൽ അവർ വീട് മേടിച്ചു, ഇല്ല ആൾ പ്രഗ്നൻ്റ് ആണ്, അവർ കൊച്ചിയായി, ഇവരിന് സിനിമയിൽ അഭിനയിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ നമുക്കറിയാം. പക്ഷെ ഈ ഇൻഫർമേഷൻ ഒന്നും അവരായിട്ട് അവർ പബ്ലിക് ഫ്രണ്ടിൽ ഇടുന്നതല്ലായിരുന്നു. ബട്ട് മോർ ലൈക്ക് കേട്ടറിവ് അല്ലെങ്കിൽ നമ്മൾ മീഡിയ വഴി മാഗസീൻ വഴി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞറിയുന്ന കുറേ കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനല്ല. ഇപ്പോൾ ഒരു ക്രിയേറ്റർ എക്കോണമിയിലാണ് നമ്മൾ താമസിക്കുന്നത്. എവറിബഡി ഈസ് ക്രിയേറ്റിംഗ് സംതിങ് ആൻഡ് പുട്ടിങ് ദംസെൽഫ് ഔട്ട് ദെയർ ഓൺ ദ ഇന്റർനെറ്റ്. അപ്പം ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ കണ്ടന്റ് ഇടുമ്പോൾ ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുക, എൻ്റെ ലൈഫിലോട്ട് ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ എങ്ങനെയാണ് രാവിലെ ഉണർന്നിട്ട് എപ്പോഴും ജോലിക്ക് കയറുന്നു, ഞാൻ ഇന്ന് എന്ത് കഴിച്ചു, ഞാൻ എവിടെ പോയി, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു. ഇപ്പം ആസ് ലൈഫ് ഗെറ്റ്സ് ബിഗർ ആൻഡ് ലൈഫ് മാറുമ്പോഴത്തേക്ക് ഞാൻ ആരെ ഡേറ്റ് ചെയ്തു, ഞാൻ ബ്രേക്കപ്പ് ആയോ, എൻ്റെ പേരൻസുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്, എൻ്റെ സിബ്ലിങ്ങുമായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്, എനിക്കൊരു കൊച്ചുണ്ടെങ്കിൽ കൊച്ചുങ്ങളെ എങ്ങനെ ഞാൻ നോക്കുന്നത്, കൊച്ചിനെ എങ്ങനെ കുളിപ്പിക്കുന്നത്, കൊച്ചിന് ഞാൻ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുവാണോ, ഫോർമുല കൊടുക്കുകയാണോ, ഇങ്ങനെ എല്ലാം ഇൻ്റർനെറ്റിൽ എല്ലാവരും കുറേ പേര് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒബ്വിയസ്ലി യു ഫീൽ ലൈക്ക് യു നോ അബൌട്ട് ദം. ദ ഫാക്ട് ഇസ് അവരുടെ ലൈഫിൻ്റെ ഒരു 20 മിനിറ്റ്സോ 40 മിനിറ്റ്സോ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. ബാക്കി അവർക്ക് അവരുടെ പ്രൈവസി ഉണ്ട്. പക്ഷെ കാണുന്ന ഓഡിയൻസിന് ഒരിക്കലും അത് അങ്ങനെയല്ല തോന്നുന്നു. അവർ വിചാരിക്കും ശരിയാ, ഞങ്ങളെല്ലാവരും കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് നിങ്ങളെ അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് തോന്നും ഞങ്ങൾക്ക് അവരെ അറിയാം. ഒബ്വിയസ്ലി എനിക്ക് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാം, കൊച്ചിന് എത്ര മണിക്ക് കൊച്ചിന് എന്താ കൊടുക്കുന്നതെന്ന് അറിയാം, കൊച്ചിന് കുറുക്ക് തുടങ്ങിയെന്ന്. ഇപ്പം ഒരുപാട് ലൈക്ക് സെലിബ്രിറ്റി അമ്മമാർ അവരെ ചൈൽഡ് വെച്ച് കണ്ടന്റ് ഇടുന്നവരറിയാം. കൊച്ചിന് കുറുക്കാണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ബാക്കി എന്ത് സോളിഡ്സാണ് കൊടുക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ അവരെ കണ്ടന്റ് റെഗുലറായിട്ട് കൺസ്യൂം ചെയ്യുമ്പോൾ. അപ്പം നിങ്ങളും അവരും തമ്മിൽ ഒരു പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യും. പാരാസോഷ്യൽ റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ അറിയത്തില്ലെങ്കിൽ നമുക്ക് തുടങ്ങും നമുക്ക് അവരെക്കുറിച്ച് എല്ലാം അറിയാം. ഓക്കെ, ഐ നോ വാട്ട്സ് ഗോയിങ് ഓൺ ഇൻ ദെയർ ലൈഫ് എന്നുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാകുമ്പോൾ യു വിൽ ഹാവ് ദിസ് നാച്ചുറൽ ഇൻസ്റ്റിങ് ടു ബി ലൈക്ക് ഓക്കെ, അവരെന്തെങ്കിലും ചെയ്താൽ എനിക്ക് ഇഷ്ടപ്പെടില്ലെങ്കിൽ ഞാൻ പോയി കമൻറ്റ് ചെയ്യും. ബട്ട് ഐ ഡോണ്ട് നോ ഇഫ് യു ആർ ആക്ച്വലി കമൻറ്റിങ് നമ്മൾ അവരോടൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിട്ടാണോ കമൻറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബട്ട് മെന്റലി ഐ എം ലൈക്ക് ഐ നോ അബൌട്ട് ദെയർ ലൈഫ്, സോ ഐ വിൽ കമൻറ്റ് ഹിയർ ബിക്കോസ് ദാറ്റ്സ് വാട്ട് പീപ്പിൾ ഡു, വി ലവ് ടു കമൻറ്റ് എന്നൊരു മെൻറ്റാലിറ്റി ഉള്ളവർ പോയി അതുമായിട്ട് എൻഗേജ് ചെയ്യുന്നു, കമൻറ്റ് ചെയ്യുന്നു, നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറയുന്നു, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു, നല്ലതായിട്ട് മോശമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ബട്ട് ദ പോയിന്റ് ഇസ് ലൈക്ക് അവർ പറയും നിങ്ങൾ എന്തിനാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറയുന്നത് വെച്ചാൽ നിങ്ങൾ അഭിപ്രായം പറയും, കാരണം നമ്മൾ അവിടെ ഇട്ട് കഴിഞ്ഞു. പക്ഷേ ഇറ്റ്സ് യുവർ courtesy to keep it polite, but many a times some of it leads to online bullying, യാത. പക്ഷേ
അത് കഴിഞ്ഞിട്ട് ഇതൊന്നും എന്തെങ്കിലും ഒരു ടോപ്പിക്കിൽ നല്ല എൻഗേജ്മെന്റും നല്ല ചൂടേറിയ ചർച്ചയും കമന്റ് വരുമ്പോൾ കുറച്ച് പേര് അതെടുത്ത് റിയാക്ട് ചെയ്യും, അതിനെ എടുത്ത് അനലൈസ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് വീണ്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒച്ചിരി ഒന്ന് കത്തിക്കയറുമ്പോഴത്തേക്ക് സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഈ വ്യക്തികൾ തന്നെ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ ചെയ്ത് വേറൊരു വീഡിയോ ഇടുന്നു, അതിനെ വീണ്ടും അനലൈസ് ചെയ്യുന്നു, പിന്നെ കുറേ ട്രോളിംഗ് പേജ് എടുത്തിട്ട് ട്രോളുന്നു, കുറേ പേര് ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും കണ്ടന്റ് ഇടുന്നു, ഈ തമ്മിൽ വെച്ച് കുറേ കണ്ടന്റുകൾ ഉണ്ടാക്കുന്നു. ഇതിങ്ങനെ ചെയിൻ പോലെ പോകുന്നു, നമ്മളിതെല്ലാം കാണുന്നു, എന്നിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോടും നമ്മൾ കാണുന്ന ഫ്രണ്ട്സിനോടും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സോ ബേസിക്കലി നൗ ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ ലൈഫ് സ്റ്റൈൽ. നമ്മുടെ ഒരു ജീവിതത്തിന് അത് ഞാൻ പറഞ്ഞ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് ഈ സെലിബ്രിറ്റീസ് എന്ത് ചെയ്യുന്നു ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ. But in reality, they know none of us, but we talk about them. That's how it works. That's also how creator economy works. ഞാൻ എന്തുകൊണ്ടാണ് ഇത് ബിഗ് ബോസിന്റെ കാരണമാണെന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇതിന് മുന്നേ വരെ നമുക്ക് there was some level of a self-awareness that, okay, celebrities are people. They have a different life there and we don't know about it. അവരെന്താണോ അവർ മുമ്പിൽ കളിക്കുന്ന അവരുടെ ഇപ്പം ക്രിക്കറ്റേഴ്സിൻ്റെ ആയാലും ഞാൻ ക്രിക്കറ്റർ ആൻഡ് സിനിമ എന്ന് പറയുന്നത് വെച്ചാൽ എനിക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കൾട്ട് ഫാൻ ബേസ് ഉള്ളത് ഈ രണ്ട് ഇൻഡസ്ട്രികളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് പൊളിറ്റീഷ്യൻസ് as well. But then the whole work is in a very different ട്രജക്ടറി. പക്ഷെ ഇങ്ങനെ ഒരു കൾട്ട് ഫാൻ ബേസ് ഉള്ള ഈ രണ്ട് ആസ്പെക്റ്റിലുള്ള രണ്ട് പ്രൊഫഷനിലുള്ളവർക്കാണ് ഇന്ത്യയിൽ. അപ്പം അവരെക്കുറിച്ച് നമുക്ക് കുറച്ചേ അറിയുള്ളൂ, നമ്മളവരെ കൂടുതലും അവരുടെ സ്കിൽസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ബട്ട് എവർ സിൻസ് ദിസ് ഹോൾ lifestyle influencing or sharing your life out there on the internet, and when internet became accessible to all of us with the geo-free SIM, things have started to change. We got a window to look into their life. Okay, like നമുക്ക് അങ്ങനെ നോക്കാൻ കിട്ടി. Then Big Boss happened. Big Boss എന്ന് പറയുമ്പം നമ്മൾ ഇതേവരെ കാണാത്ത സെലിബ്രിറ്റീസിൻ്റെ അവരുടെ ഇമോഷണൽ സൈഡ്, അവരുടെ എങ്ങനെയാണ് എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ റിയാക്ട് ചെയ്യുക, അവരെ എങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റും, ഇവർ സ്റ്റാൻഡേർഡ് ഉള്ളവരാണോ കച്ചറകളാണോ, ഇവർ അടിയുണ്ടാക്കും, ഇവരുടെ ഒരു മൊത്തത്തിലുള്ള സ്വഭാവ രീതി എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് കാണാൻ കിട്ടി. അപ്പം വെച്ചാൽ അവരുടെ എല്ലാ ഡെയിലി ലൈഫ് കോൺഫ്ലിക്റ്റ് നമ്മൾ കാണാൻ തുടങ്ങി. അപ്പം നമ്മൾ അവരെ സെലിബ്രിറ്റി ആയിട്ട് കാണാനങ്ങ് നിർത്തിയിട്ട് ഇനി അവർ പുറത്തിടുന്ന കാര്യമല്ല, ഇനി ഞാൻ നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം പറയും എന്നൊരു മെൻറ്റാലിറ്റിയിലോട്ട് ഷിഫ്റ്റ് വന്നു. കാരണം മുന്നേ ഒരു സെലിബ്രിറ്റി ഡ്രിവൻ നറേറ്റീവ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ലൈക്ക് അവരുടേതായ അവരുടെ ലൈഫ് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ബിഗ് ബോസ് വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും നമ്മളിങ്ങനെ നമ്മൾ ഈ സോക്കോൾ സെലിബ്രിറ്റികളുടെ ലൈഫിലോട്ട് ഇങ്ങനെ നന്നായിട്ട് നോക്കാൻ കിട്ടിയ ഒരു മാഗ്നിഫൈങ് ഗ്ലാസ് ആയപ്പോൾ നമ്മുടെ ഫുൾ ചിന്ത മാറി തുടങ്ങി, ബ്രെയിൻ കെമിസ്ട്രി മാറി തുടങ്ങി ടു ഹൗ വി സീ തിങ്സ്. പിന്നെ അതിന് ശേഷമായിരിക്കണം എനിക്കൊന്ന് കേരളത്തിൽ ഇത്രയും ഓൺലൈൻ ബുള്ളിങ് തുടങ്ങുന്നത്. കാരണം നമുക്ക് 24/7 ഇങ്ങനെ അവരെന്തുവാ ചെയ്യുന്നത് അത് കാണാൻ ഈ പറഞ്ഞ എല്ലാവരും അല്ല, കുറച്ച് പേരിങ്ങനെ കാണാൻ കിട്ടിയപ്പോൾ ലൈക്ക് നിങ്ങളപ്പോൾ ഇങ്ങനത്തെ ആളുകളല്ലേ പറയുന്നത്, നമ്മളത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ കൂടി കോഴ്സ് വി ലൈക്ക് ആളുകളുടെ ഇതാണ് ടു ബാക്കിയുള്ള ലൈഫിൽ കിട്ടും നിങ്ങൾ മോശം എന്ന് പറയാനൊക്കെ ഒരു ക്രെഡിറ്റ് നമ്മൾ നോക്കാതെ നമ്മൾ അങ്ങോട്ട് മാത്രം നോക്കി ഇങ്ങനെ പറയാൻ പറ്റും. പക്ഷെ ആ ഒരു സംഭവം വന്നു. പിന്നെ ഇതൊരു കൾച്ചറായി. പിന്നെ ആൽഗരിതത്തിന് അറിയത്തില്ലല്ലോ നിങ്ങൾ ഇത് നോക്കുന്നത്, ആൽഗരിതത്തിനല്ല ഗോസിപ്പ് ഇഷ്ടം, നിങ്ങൾക്കാണ് ഗോസിപ്പ് ഇഷ്ടം, അല്ലെങ്കിൽ നമുക്കാണ് ഗോസിപ്പ് ഇഷ്ടം, നമുക്കാണ് ഇവരുടെ ലൈഫിൽ കിടക്കുന്ന കൂടുതൽ കാര്യത്തെക്കുറിച്ച് എൻഗേജ് ചെയ്യേണ്ട, നമുക്കാണ് ഇത് വളരേണ്ടത്. പക്ഷേ I'm not saying whether it's good or bad. I'm just looking into how this system works. And കാരണം ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് I was like, അവർ പറയുന്നുണ്ട് ഇത്രയും നിങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഇത്രത്തോളം അറിയാമോ, ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാ. ബട്ട് ദിസ് ഇസ് ഹൗ ദിസ് ഹോൾ എക്കോണമി വർക്ക്സ്. നമ്മൾ എല്ലാ കാര്യത്തിനും ആക്ഷൻസിനും കോൺസിക്വൻസസ് ഉണ്ടെന്ന് പറയുന്ന പോലെ വെൻ യു പുട്ട് യുവർ സെൽഫ് ഔട്ട് ദെയർ യു ആർ സസെപ്റ്റബിൾ ടു ഓൾ ഓഫ് ദീസ് തിങ്സ്. ഈ സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ഇങ്ങനെ കാണാൻ, ഈ സൊസൈറ്റി കാണരുത്. ഞാൻ ഇടുന്നെന്ന് വെച്ചാൽ നിങ്ങൾ നല്ല കമൻറ്റും എനിക്ക് അൽഗോരിതം കിട്ടാൻ വേണ്ടി മാത്രമല്ല. There will come a point where the people watching you will stop seeing you as celebrity but someone in their life, and it looks like they can comment on it because they're watching you like 24/7. Like, what do you mean? Like, I can't comment on your life now even though you're showing me everything. I have my opinions, I can't keep it to myself. That will happen. So but then I have this one curious thing I don't know about is ningal poi comment cheyna, is it because ningalku avarumayitte emotional connection undu, like അവർ ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക് പോയ എക്സ് ഗേൾഫ്രണ്ട് അഥവാ എക്സ് ബോയ് ഫ്രണ്ട് കമൻറ്റ് ബോക്സിൽ പോയി നിങ്ങൾ കമൻറ്റ് ലൈക്ക് നമ്മുടെ രീതി പറഞ്ഞാൽ പോയി പൊങ്കാല ഇടുന്നത്, ഇസ് ഇറ്റ് ബിക്കോസ് യു ആക്ച്വലി ഹേർട്ട് ദാറ്റ് യു ആർ സെലിബ്രിറ്റി, ഓർ
ലൈക്ക് ഉള്ളി നമ്മളങ്ങനെ റിയാക്ട് നമുക്ക് അടുപ്പമുള്ള ഒരാൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു അനിയത്തി അല്ലെങ്കിൽ ഒരു ചേട്ടൻ എന്നൊക്കെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ അത്ര ഇമോഷണൽ ആയിട്ട് പോയി അപ്പുറത്ത് ബാക്ക്ലാഷ് ചെയ്യുന്നത്. പക്ഷേ ഈ ഓൺലൈൻ ഈ ഫോണിൽ കാണുന്ന ഒരു 100K 1 million ഫോളോവർ ഉള്ള ഒരാളെ കാണുമ്പോൾ അവർ ബ്രേക്കപ്പ് ആയി നിറയും പോയി മറ്റേ ആളുടെ കമൻറ്റ് ബോക്സിൽ പോയി പൊങ്കാലയിടാൻ അല്ലെങ്കിൽ പോയി അഭിപ്രായം പറയാൻ അല്ലെങ്കിൽ പോയി ജസ്റ്റ് ലാഷ് ഔട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ശരിക്കും ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടോ? അതോ ഇതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല, നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങളെ ആരും തിരിച്ചു വരത്തില്ല എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ആണോ? That's something to think about. So yeah, that's all for this video. Thank you so much for watching. And if you agree with me, please do comment. Or if you disagree with me, share that too. But then see you in the next video. Until then, bye.